പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യാതൊരു കാരണവശാലും പി.സി. ജോർജിനെ പരിഗണിക്കാനാകില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തീർത്തു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പരിഗണനാ ലിസ്റ്റിൽ പി.സി. ജോർജിന്റെ പേരില്ല. അപ്പോൾ പിന്നെ ഉയർന്നു വരുന്ന ചോദ്യം സ്വാഭാവികമായും പകരക്കാരൻ ആര് എന്നുള്ളതാണ്. അവിടെ ഉയർന്നു വന്ന ചോദ്യം അച്ഛനെ വെട്ടാൻ മകനെ തന്നെ കളത്തിലിറക്കുക എന്നുള്ളതാണ്. അതായത് പി.സി. ജോർജിന് പകരക്കാരനായി ഷോൺ ജോർജിനെ ഇറക്കാനാണ് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. അതേസമയം തന്നെ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേര് ജില്ലാ നേതൃത്വം മുൻപേ തന്നെ പറയുകയുണ്ടായിരുന്നു. പി.എസ്. ശ്രീധരൻപിള്ളയായിരിക്കും പി.സി. ജോർജിന് പകരക്കാരനായി എത്തുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഷോൺ ജോർജ് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ അത്ര കണ്ട് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് തീർച്ചയായിട്ടും ഒരു സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം വളരെയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെല്ലാം തന്നെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ പിന്നെ താനല്ലാതെ വേറെ ആര് എന്ന് പോലും അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളോട് ചോദിച്ചിരുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ടയിൽ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പി.സി. ജോർജിനെ പരിഗണിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. പക്ഷേ അതേസമയം തന്നെ പി.സി. ജോർജ് ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അത് കേന്ദ്ര നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ്. കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും പി.സി. ജോർജിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് പകരമായി അത്തരമൊരു നീക്കം വരുന്നതിന് മുൻപേ തന്നെ സംസ്ഥാന നേതൃത്വം പുതിയൊരു അടവുമായി രംഗത്തിറങ്ങിയത്. അതായിരുന്നു പി.എസ്. ശ്രീധരൻപിള്ള. പ്രത്യേകിച്ചും പി.എസ്. ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവർണർ പദവി എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ, അതായത് കേവലം 6 മാസങ്ങൾ കൊണ്ട് അവസാനിക്കാനിരിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേരള പൊളിറ്റിക്സിൽ ഒരു ഇടം നേടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു മത്സരത്തിന് ശ്രീധരൻപിള്ള പോലും തയ്യാറാണ് എന്നുള്ളതും പത്തനംതിട്ടയിലെ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ പി.എസ്. ശ്രീധരൻപിള്ളയുടെ പേര് വളരെ വലിയ തോതിൽ മുഴങ്ങിക്കേൾക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് വരുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്ത വരുന്നത്. കാരണം പി.സി. ജോർജിനെ അനുനയിപ്പിക്കുക എന്നുള്ള വലിയൊരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല. കാരണം പി.സി. ജോർജ് എന്ന് പറയുന്ന വ്യക്തി ബി.ജെ.പിയിലേക്ക് വന്നത് തന്നെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു സീറ്റ് ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ അത് പ്രകടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അപ്പാടെ തഴയുന്ന സാഹചര്യത്തിൽ അത് വലിയൊരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു സങ്കീർണാവസ്ഥയൊന്നും തന്നെ പാർട്ടിക്ക് അകത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ പി.എസ്. ശ്രീധരൻപിള്ളയെ പരിഗണിക്കുകയാണെങ്കിൽ അത്തരമൊരു സങ്കീർണാവസ്ഥ ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഷോൺ ജോർജിനെ പരിഗണിക്കാം എന്നുള്ളൊരു നീക്കത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പോലും വഴുതി വീഴുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും യഥാർത്ഥത്തിൽ ആരാണ് ആ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന് ഔപചാരികമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്കൊന്നും തന്നെ ബി.ജെ.പി മുതിർന്നിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും 100ഓളം സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ 29-ാം തീയതി ചേരുന്ന യോഗത്തിൽ പുറത്തുവിടുമെന്നുള്ള വാർത്തകളും സജീവമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ കേരളത്തിലെ ചില മണ്ഡലങ്ങളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ പരിഗണനാ ലിസ്റ്റിലുണ്ട് എന്നുള്ളതും അവിടെ ശ്രദ്ധേയം തന്നെയാണ്. കാരണം ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും 29-ാം തീയതിയാണ് ബി.ജെ.പി യോഗം ചേരുന്നത്. ആ സാഹചര്യത്തിൽ കേരളം പ്രത്യേകിച്ചും ബി.ജെ.പി ഇത്തവണ കേരളത്തിൽ ഒരു അക്കൗണ്ട് എന്ത് തന്നെയാണെങ്കിലും തുറക്കുമെന്ന് അത്രയും ഉറപ്പിച്ച് ഇറങ്ങിയ സാഹചര്യത്തിൽ കേരളത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള ചില പ്രത്യേകിച്ചും ബി.ജെ.പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിലെ വിവരങ്ങളെല്ലാം തന്നെ അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുമായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ സംസ്ഥാനത്താണെങ്കിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഈ സ്ഥാനാർത്ഥികളുടെ പേരുകളും വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നുള്ളതാണ്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ വിവരത്തിൽ ഇപ്പോഴും വലിയ ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ ബി.ജെ.പി ഇപ്പോഴും പയറ്റി മുന്നോട്ട് പോകുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതേസമയം തന്നെ പത്തനംതിട്ടയിലെ പട്ടികയിൽ കുമ്മനം രാജശേഖരൻ്റെ പേര് ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം തുടക്കം മുതലേ തന്നെ കുമ്മനം രാജശേഖരനോ അതല്ലെങ്കിൽ പി.എസ്. ശ്രീധരൻപിള്ളയോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നെല്ലാം തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിൽ പി.സി. ജോർജിൻ്റെയും അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ എന്നീ പേരുകൾ മാത്രമാണ് കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കുമ്മനത്തിൻ്റെ പേര് കുമ്മനം വരാനുള്ള സാധ്യത ഏറെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ കുമ്മനത്തിൻ്റെ പേര് പോലും ആ പരിഗണനാ ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത സാഹചര്യമാണ്. അതേസമയം തന്നെയാണ് ഇപ്പോൾ
പി ശ്രീധരൻപിള്ള എന്നുള്ള പേര് വളരെ സജീവമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പി ശ്രീധരൻപിള്ളയ്ക്ക് പ്രത്യേകമായ ഒരു താല്പര്യവും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതും അവിടെ ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രനും BJPയുടെ ഈ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2019 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ 2,97,396 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP നേതാവായിട്ടുള്ള PC ജോർജ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നതാണ്. പത്തനംതിട്ട BJPയുടെ സുരക്ഷിത മണ്ഡലമാണെന്നും PC ജോർജ് പറയുകയും ചെയ്തതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ BJPയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നെന്നും പല തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. അതൊരു സാമുദായിക വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ കൂടി ഒരു നിലപാടായിട്ടാണ് അതിനെല്ലാം തന്നെ കണക്കാക്കേണ്ടത്. എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തിടെ പാർട്ടിയിലെത്തിയ PC ജോർജിന്റെ ദേശീയ നേതൃത്വം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും BJPയുടെ യഥാർത്ഥ അജണ്ട എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണമാണ്. ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ള വലിയ ഒരു അജണ്ട BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ട പോലുള്ള ഒരു സ്ഥലത്ത് അത്തരമൊരു പരീക്ഷണത്തിലേക്ക് മുതിരുക എന്നുള്ളതായിരുന്നു വലിയൊരു BJPയുടെ ഒരു നീക്കം, ഒരു രഹസ്യ നീക്കത്തിന് BJPയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു അജണ്ട നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെയുള്ള വാർത്തകൾ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വാർത്തകൾ എന്ന് പറയാൻ സാധിക്കില്ല, ഒരുപക്ഷെ അഭ്യൂഹങ്ങൾ പോലും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പോലും ശക്തമായിരുന്നു. കാരണം തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത്, തൃശ്ശൂർ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രിയെ പോലും കൊണ്ടുവരാനായിട്ട് BJP ഉദ്ദേശിക്കുകയാണ്. അതേസമയം തന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ അത് PC ജോർജിനെ തന്നെ പരിഗണിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ള വലിയൊരു ബൃഹത്തായ ലക്ഷ്യം BJPക്കുണ്ട്. അതേസമയം തന്നെ കൊച്ചിയിലാണെങ്കിൽ അനിൽ ആന്റണിയെ പരിഗണിക്കുന്നു. ഇത്തരത്തിലുള്ളതെല്ലാം തന്നെയായിരുന്നു ആദ്യ കാലഘട്ടത്തിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. ആ അഭ്യൂഹങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഉറപ്പായിരുന്നു BJPയുടെ ചില അജണ്ടകൾ തന്നെ നടപ്പിലാക്കും, അല്ലെങ്കിൽ BJPയുടെ അജണ്ടകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തന്നെ എല്ലാം തന്നെ സാധ്യമാകും എന്നുള്ള തരത്തിലുള്ള ഒരു ആ അഭ്യൂഹങ്ങളുടെ എല്ലാം തന്നെ തുടക്കം അങ്ങനെയായിരുന്നു. പക്ഷേ ആ അഭ്യൂഹങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിയാവുകയാണ് BJPയുടെ തീരുമാനം എന്ന് പറയുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുതിയ വാർത്തകളൊന്നും തന്നെ വരുന്നില്ലെങ്കിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എറണാകുളത്തെ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് നിന്ന് ഉയർന്നു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ആദ്യമാണെങ്കിൽ അനിൽ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ സ്ത്രീ സ്ഥാനാർത്ഥികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ പുതിയൊരു വ്യത്യസ്തമായൊരു തന്ത്രവുമായാണ് BJP എറണാകുളത്ത് കളത്തിലിറങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. അതേസമയം തന്നെ പത്തനംതിട്ടയിലാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കാനായിട്ട് PC ജോർജ് നേരിട്ടിറങ്ങും എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അവിടെ PC ജോർജിനെയും സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ PC ജോർജിന്റെ ഈ ഒരു പാർട്ടി മാറ്റത്തെ സംബന്ധിച്ചുകൊണ്ട് BJPയിൽ തന്നെ പല തരത്തിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇനി പാർട്ടി, അതായത് മുന്നണിയിലേക്ക് തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ, അതായത് ജനപക്ഷത്ത് നിന്ന് മുന്നണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അത് വലിയ തർക്കത്തിലേക്കെല്ലാം തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്നെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP PC ജോർജിനോട് BJPയിൽ തന്നെ ലയിക്കൂ എന്നുള്ളൊരു ആവശ്യം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് തനിക്ക് എന്ത് തന്നെയാണെങ്കിലും ഒരു സീറ്റ് ഉറപ്പാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും BJPയിൽ ചേരുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ മാറി മറിയുന്ന അവസ്ഥയാണ്. പത്തനംതിട്ടയിൽ PC ജോർജ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം. അതേസമയം തന്നെ PC ജോർജിന് പകരക്കാരനായിട്ട് ഇറക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജിനെ തന്നെയാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ PC ജോർജ് വലിയ തരത്തിൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരമൊരു സാധ്യതയെ ഇല്ലാതാക്കുക, ഒറ്റയടിക്ക് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ ഒരു തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തി അവിടെ വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ PC ജോർജിനെ അനുനയിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം ഇനി ശ്രീധരൻപിള്ളയാണ് വരുന്നതെങ്കിൽ അതൊരു പക്ഷേ PC ജോർജ് മറ്റൊരു ഇടച്ചിലിനുള്ള സാധ്യതയും ഒരുക്കുമെന്നുള്ളതും തർക്കമില്ലാത്തൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള തന്ത്രപൂർവ്വമായൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തതെന്നും വേണം കരുതാനായിട്ട്. എന്തു തന്നെയാണെങ്കിലും പത്തനംതിട്ടയിൽ PC ജോർജിന് ഒരു സീറ്റിൽ, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ PC ജോർജിന് ഒരു സീറ്റ് നൽകാനായിട്ട് BJPയുടെ സംസ്ഥാന നേതൃത്വം ഒരുക്കമല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം വരുന്നതിന് മുൻപേ തന്നെ തന്ത്രപൂർവ്വമായ ഒരു നീക്കം സംസ്ഥാന നേതൃത്വം നടത്തിയതും ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് തന്നെയാണ്.